മാധുരി മാധുരി നോ മാധുരി എന്റെ ലക്ഷ്യം ഞാൻ നിറവേറ്റി. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അപ്പോൾ നിങ്ങളുടെ ആദ്യ ഭാര്യയുടെ കൂടെ അവിടെ താമസിക്കുന്ന കുട്ടി നിങ്ങളുടെ മകളാണെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? ഇല്ല, അമ്മയ്ക്ക് മാത്രമല്ല, ദേവിക്കും എൻ്റെ അനന്തരവനായ കാർത്തികിനും അല്ലാതെ മറ്റാർക്കും അറിയില്ല. ഓ, അങ്ങനെയല്ലേ? ആ, അങ്ങനെയാണ്. അല്ല, എപ്പോഴെങ്കിലും അവർ ഈ കാര്യം അറിഞ്ഞാലോ? അറിഞ്ഞാൽ എന്താ സംഭവിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്താ മിണ്ടാത്തത്? എനിക്കറിയില്ല, എനിക്കറിയില്ല സുഹൃത്തെ. എന്തായാലും എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചവളോ അവള് മരിച്ചിട്ട് ദിവസങ്ങൾ ഒരുപാടായി. ഇവിടെ അടിയന്തര കർമ്മങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? 16 അടിയന്തരാണോ? അതെ, അതിന്റെ കർമ്മങ്ങൾ ജയിലിനകത്തല്ലേ? ആ, അവന്മാരോട് ചെന്ന് പറഞ്ഞാൽ മതി. ആ ചെന്ന് പറയുന്നവന്റെയും കൂടെ ചെല്ലുന്നവന്റെയും 16 അടിയന്തരവും പൊലവിളിയും കൂടി അവന്മാരങ്ങ് നടത്തിത്തരും. ഇതേ സ്ഥലം സബ് ജയിലാ. അഭിപ്രായം പറയാൻ ചെല്ലുന്നവന്റെ കൂടെ അന്ത്യകുദാശ നടത്തുന്ന സ്ഥലമാ, മറക്കണ്ട. എങ്ങനെയെങ്കിലും മനസ്സിനെ ഏതെങ്കിലും കടവിൽ പിടിച്ച് കെട്ടിയിട്ടിട്ട് ഉറങ്ങാൻ ശ്രമിക്കും മനുഷ്യ. ആഹാ, ദേവമ്മ കണിയൊരുക്കാണോ? പിന്നെ ഇന്ന് വിഷു സംക്രാന്തിയാ, നാളെയാ വിഷു. സ്വർണം വിളഞ്ഞു കിടക്കുന്ന പോലത്തെ കണിക്കൊന്ന പൂക്കളും വിഷുക്കൈ നീട്ടവും മലയാളികളുടെ വളരെ വൈകാരികമായ ഓർമ്മകളാ. കുട്ടിക്കാലത്ത് ദേവമ്മ തന്ന വിഷുക്കൈ നീട്ടം കൊണ്ട് ഞാൻ എത്ര കളിപ്പാട്ടങ്ങളാ വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. എന്റെ മോനായ നിനക്കല്ലാതെ ഞാൻ ആർക്കാ വിഷുക്കൈ നീട്ടം കൊടുക്കുന്നത്? ഇപ്പൊ പിന്നെ അശ്വിനും അതിഥിക്കും കൊടുക്കും. മോനെ, ഞാനൊരു കാര്യം ചോദിക്കാൻ വിട്ടു. എന്താ ദേവമ്മേ? അല്ല, അമ്മ മീനാക്ഷിയുടെ അച്ഛനെ കാണാൻ ജയിലിൽ പോണെന്ന് വാശി പിടിച്ചിട്ട് അത് ഞാൻ തന്ത്രപൂർവ്വം മുടക്കി. മീനാക്ഷിയുടെ അച്ഛൻ അവിടെ ജയിലിൽ സന്ദർശകരെ കാണുന്നില്ല എന്ന് ഒരു കള്ളം പറഞ്ഞു. പിന്നെ അമ്മേ, വിഷു ദിവസമായ നാളെ തന്നെയാ മീനാക്ഷിയുടെ അമ്മയുടെ 16 അടിയന്തരത്തിന്റെ ബലികർമ്മങ്ങളും. ഈ മുറ്റത്ത് വെച്ച് അവൾ ഒരു കർമ്മം മേലാൽ ചെയ്യില്ലെന്ന് കാർത്തി നീ അമ്മയ്ക്ക് വാക്ക് കൊടുത്തിരിക്കുന്നത്. മുത്തശ്ശിയോടുള്ള ആ വാക്ക് എനിക്ക് തെറ്റിക്കേണ്ടി വരും, അല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അവൾ ആവശ്യപ്പെട്ടതുപോലെ കർമ്മത്തിനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും അമ്മ അവളുടെ കൂടെ തന്നെ നിൽക്കണം.
ഔട്ട് ഹൗസിന്റെ മുന്നിൽ വെച്ച് അവള് കർമ്മം ചെയ്ത ഇവിടെ വലിയ ഭൂകമ്പം ഉണ്ടാവുമല്ലോ മോനെ. പേടിക്കാതിരിക്കമ്മേ. കൊച്ചു കൊച്ചു ഭൂകമ്പങ്ങളൊക്കെ നമ്മള് നേരിട്ടല്ലേ പറ്റൂ. മുത്തശ്ശി ഇങ്ങനെ കിടന്ന് വെറുതെ ബേളം വെക്കുന്നതേ ഉള്ളൂ. ഉള്ള മുല്ല പോവാ. മുത്തശ്ശിയെ ഞാൻ കറക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കോളാം, എല്ലാം കഴിഞ്ഞിട്ട്. ആ അമ്മേ, പിന്നെ അമ്മ ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിച്ച് മാത്രമേ ചെയ്യാവൂ. എന്താന്ന് അല്ല, എന്താ ദേവമ്മേ മോനും കൂടി ഒരു രഹസ്യം? വല്ല ഗൂഢാലോചനയാണോ? എന്താടാ, ഇവളെ നീ പോലീസിലെടുത്തോ? എന്റെ ദേവമ്മയ്ക്ക് പോലീസുകാർക്ക് വേണ്ട കൂർമ്മ ബുദ്ധിയൊന്നുമില്ല. ആ, അതില്ല. കൂർമ്മ ബുദ്ധി ഉണ്ടായിരുന്നെങ്കിലേ ഇവക്ക് ഇങ്ങനൊന്നും വരില്ലായിരുന്നല്ലോ. ആ, അതവിടെ ഇരിക്കട്ടെ. വിഷയം വഴി തിരിച്ചു വിടുകയൊന്നും വേണ്ട. കേക്കട്ടെ, എന്തായിരുന്നു ആ രഹസ്യം? രഹസ്യോ? എന്ത് രഹസ്യം? എന്റെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കയ്യിന്ന് നാളെ വിഷുക്കൈ നീട്ടം വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കായിരുന്നു ഞങ്ങള്. അതിമനോഹരമായ ഒരു കള്ളത്തരം വളരെ സ്വാഭാവികമായ രീതിയിൽ നീ പറഞ്ഞൊപ്പിച്ചു. നീ വേറെ എന്തോ ആണെന്ന് പറഞ്ഞ കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല. എന്റെ മുത്തശ്ശി, ഞാൻ അത് തന്നെയാ പറഞ്ഞത്. ഈ മുത്തശ്ശിയുടെ ഒരു കാര്യം. ആഹാ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ഈ വിഷുക്കണി ഒരുക്കം. നന്ദിനിയടുത്തേക്ക് എന്നെ കൂടി വിളിക്കരുതായിരുന്നോ? വിളിക്കുന്ന എന്തിനാ? കൂടിക്കോ. വിഷുക്കണി ഒരുക്കല് പോലെ ഒരു രസമുള്ള കാര്യമാ ഉത്രാട രാത്രി വെപ്രാളവും. ഉത്രാട രാത്രിക്ക് ഇത്ര വെപ്രാളം എന്തുവാ? അതൊരു വെപ്രാള രാത്രിയാണല്ലോ അമ്മേ. അത് നിനക്ക്, ഞങ്ങൾക്കതില്ല. ഇന്ന് എന്ത് വേണമെങ്കിലും എന്നോട് സംസാരിക്കാം, ഞാൻ മറുപടി തരാം. പക്ഷേ നാളെ അതുണ്ടാവില്ല. നാളെ എന്താ? നാളെ ഞാൻ മൗനവ്രതത്തില. ഓ, മൗനവ്രതമോ? വളരെ നല്ല കാര്യം. അതിലേറെ സമാധാനം. അതെ, നിന്റെ നാത്തോനോടും എന്റെ മകളുമായ സാവിത്രിയോടും കൂടി ഒന്ന് പറ മൗനവ്രതം എടുക്കാൻ. എങ്കിലും നാളെ ചെമ്പകമംഗലത്തിനും കൂടി ഒരു സ്വസ്ഥത ഉണ്ടാവും. എന്റെ ദൈവമേ, 2 നാക്കുകൾ അടങ്ങിയിരുന്നാൽ എന്ത് വെളിച്ചമായിരിക്കും ഈ വീടിന്. വരുന്നുണ്ട് ACP. എന്റെ ദേവമ്മയോട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോ മുത്തശ്ശിയോടോ? മുത്തശ്ശിയെ മാത്രമേ എനിക്ക് പേടിയുള്ളൂ. മുത്തശ്ശിയെ കുറിച്ച് ഓർത്തൊന്നും നീ ടെൻഷൻ ആവണ്ട. അതൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. നാളെ ഞാൻ ഇവിടെ ഈ കർമ്മങ്ങൾ നടത്തുമ്പോ ഇന്നാളത്തെ പോലെ എല്ലാം കൂടി ഇരിച്ചു കെട്ടി ഇങ്ങോട്ട് വരുമോ? മുത്തശ്ശിയുടെ നേതൃത്വത്തിൽ ഒരു പട തന്നെ ഇങ്ങോട്ട് വന്ന് ഇതെല്ലാം അലമ്പാക്കിയാലോ? നാളെ വിഷുവല്ലേ, കൈനീട്ടം കൊടുക്കലും മറ്റും തീരുമ്പോ തന്നെ ഒരു സമയമാവും. അതിനകത്ത് എപ്പോഴും പൂജയല്ലേ? ഐശ്വര്യ പൂജ, സീമന്ത പൂജ, സന്തോഷ പൂജ, സങ്കട പൂജ, അങ്ങനെ വല്ല പൂജയും നാളെ ഉണ്ടാവോ? നിനക്കേ നല്ല ഹ്യൂമർ സെൻസ് ഉണ്ട്. എന്തായാലും നാളെ പൂജയൊന്നുമില്ല. പൂജ ഉണ്ടായിരുന്നെങ്കിലേ എല്ലാം കൂടെ വളഞ്ഞ് അതിനകത്ത് തന്നെ നിൽക്കുമായിരുന്നു. അതെ, മറ്റൊരു കാര്യം ചോദിക്കട്ടെ. ഈ ചിതാഭസ്മം ഒഴുക്കുന്നത് കടലിലോ അതോ പുഴയിലോ? അടുത്ത് കടലല്ലേ, കടലിലൊഴുക്കാം. ആ ശരി, അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ.
നന്നായി പ്രാർത്ഥിച്ച മക്കളെ. ഒരു വർഷത്തെ ഫലവാ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ആ വിഷുക്കൈ നീട്ടം കൊടുക്കല്ലേ? പിന്നെ അതല്ലേ ഏത് തറവാട്ടിലെയും പ്രധാന ചടങ്ങ്. ആ കൂട്ടുകുടുംബവും മരുമക്കത്തായ വ്യവസ്ഥയൊക്കെ തകർന്നിട്ട് കാലം ഒത്തിരിയായി. എല്ലാം അണുകുടുംബങ്ങളായി. വിളക്ക് കത്തിക്കലും സന്ധ്യാപ്രാർത്ഥനയൊക്കെ അന്യം നിന്നു. മുത്തശ്ശിയും മുത്തശ്ശന്മാരുമൊക്കെ വൃത്തസദനത്തിലും പെരുവഴിയിലുമായി. അതിനൊക്കെ അപവാദമാണ് ചെമ്പകമംഗലം. ഞാനും രാജലക്ഷ്മിയും വൃദ്ധസദനത്തിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ആ മരണം വരെ ചെമ്പകമംഗലത്തെ ഒരാളധികാരി എന്റെ രാജലക്ഷ്മി തന്നെ ആയിരിക്കും. അല്ലേ രാജലക്ഷ്മി? പിന്നെ അതെ, നമ്മുടെ കുട്ടികൾ കൈനീട്ടത്തിനായി കാത്തു നിൽക്കുക. അത് കൊടുത്തു തുടങ്ങ. മുൻഗണനാക്രമത്തിൽ. അതെ മോളെ നന്ദിനി, ഇനി രാമഭദ്രൻ. വലിച്ചനെ വിളിച്ചതാ. നോക്കണ്ട് കേക്കണ്ട. സാവിത്രി, നന്നായിരിക്കട്ടെ. ജഗദീഷ്, ശിശുക്കളായുള്ള സഖിമാരും താനും പശുക്കളെ മേച്ചു നടക്കുമ്പോൾ, വിശക്കുമ്പോൾ വെണ്ണ കവർന്നുണ്ടും കൃഷ്ണൻ അടുത്തു വാ ഉണ്ണി കണി കാണാൻ. അയ്യോ, ഒരാളെ കണ്ടില്ലല്ലോ. മൈഥിലി എവിടെ? ഇന്നലെ രാത്രി വൊമിറ്റ് ചെയ്തുകൊണ്ട് അവള് ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. എഴുന്നേക്കുമ്പോ വന്ന് വാങ്ങിക്കോളും കൈനീട്ടം. മുത്തശ്ശ, മുത്തശ്ശി, വേറൊരാൾക്ക് കൂടി കൈനീട്ടം കൊടുക്കാനുണ്ട്. അതാരാ? വിളിക്ക്. ആ ഓ വൈശാഖായിരിക്കും, മാലതിയുടെ കൊച്ചാങ്ങളാ. ഓ ഇവളെന്താ കഥകളി പിടിക്കാൻ തുടങ്ങിയോ? കഥകളിയും കൃഷ്ണനാട്ടം ഒന്നും അല്ലച്ചാ. മാലതി മൗനവ്രതം അനുഷ്ഠിക്കുക. ഓ ഈശ്വരോ രക്ഷതു. മാലതി, നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില നല്ല കാര്യങ്ങൾ ചെയ്യണം. അമ്മേ, അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ.
വാ വാ. നല്ലൊരു ദിവസമായിട്ട് ഈ അശ്രീകരത്തിനെ വിളിച്ച് കയറ്റിയല്ലോ. ഗുഡ് മോർണിംഗ് എവ്രിവൺ ആൻഡ് ഹാപ്പി വിഷു. ഇപ്പൊ ഇവിടെ രണ്ടാട്ടി പൊട്ടും. ഒന്ന് ഇവളുടെ ചെപ്പ കുറ്റിക്ക്, മറ്റേത് ഈ നന്ദിനിയുടെ കവാല കുറ്റിക്ക്. എന്താ മുത്തശ്ശി ഇത്? ഇങ്ങനെ മുഖം കനപ്പിച്ച് നിൽക്കല്ലേ രണ്ടുപേരും? മുത്തശ്ശനും മുത്തശ്ശിക്കും ഇതുപോലെ ഒരു കൊച്ചുമകൾ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ കൊടുക്കുമായിരുന്നില്ലേ വിഷു കൈനീട്ടം? ഔട്ട് ഹൗസിൽ താമസിക്കുന്ന ഒരു ഗസ്റ്റ് ആണെങ്കിലും താമസിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയല്ലേ? ഒരു കൈനീട്ടം കൊടുക്ക. വാമോളെ. ഇനി പൊയ്ക്കോ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നിനക്ക് മുത്തശ്ശിയോടും മുത്തശ്ശനോടും സ്വാധീനം ഉണ്ടെന്ന് കരുതി എന്ത് തോന്നിവാസം പറയാമെന്ന് കരുതരുത്. എന്താ സാവിത്രി ഇത്? അവൻ എന്ത് തെറ്റ് ചെയ്തു? അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത വയ്യാവേലിയൊക്കെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തേണ്ട കാര്യം എന്തിരിക്കുന്നു? നിർത്ത്. ഇന്ന് വിഷുവാ. ഭഗവാൻ ശ്രീകൃഷ്ണൻ അഹങ്കാരത്തിന്റെ പ്രതീകമായ നരകാസുരനെ വധിച്ച ദിവസം. ആ പുലരിയാണ് ഭൂമിയിൽ പ്രകാശം പരത്താൻ കിഴക്ക് പൊട്ടിവിടരുന്നത്. നിന്റെ മനസ്സിൽ സർവത്ര ഇരുട്ടാണ്. നീ ഫുൾ നെഗറ്റീവും. നീ തെളിഞ്ഞു കത്തുന്ന വിളക്കിനെ നോക്കി ഭഗവാനെ ധ്യാനിച്ച് ഒരു സഹസ്രനാമ പൂജ നടത്ത്. നിന്റെ മനസ്സിലേക്ക് വെളിച്ചം കടത്തിവിടണമെന്ന് പ്രാർത്ഥിക്കേ. നന്നായാ നിനക്കൊള്ളാം. അച്ഛൻ എന്നെ എപ്പോഴും ഇങ്ങനെ. മതി. അച്ഛൻ പറയുന്ന കേട്ടാ മതി. തിരിച്ച് ചോദ്യം വേണ്ട. പോയി ആഹാരമൊക്കെ എടുത്തു വെക്കും. ആ